ഹായ് ഫ്രണ്ട്സ്, അവർ യു വെൽക്കം ടു ബ്ലോഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് യാത്ര നടത്തിയിരുന്നു. ഫോർട്ട് കൊച്ചിയിലോട്ട് യാത്ര നടത്തിയത് നമ്മുടെ കൊച്ചിൻ വാട്ടർ മെട്രോയിലാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു യാത്ര നടത്തിയത് തന്നെ. ജേണി എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് വന്ന ഫെയർ, അതായത് അപ്പ് ഡൗൺ ഫെയർ വന്നത് 80 രൂപയാണ്. ഒരാൾക്ക് 40 രൂപയാണ്, ഒരു സൈഡിലോട്ട് 40 രൂപയാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ബോട്ട് ജേണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2 വീഡിയോ ആയിട്ട് ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ഈ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ 2-3 വീഡിയോ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇതിൽ തന്നെ 2-3 വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ഒറ്റ ഗ്രൂപ്പ് ഓഫ് വീഡിയോസ് ആയിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 മിനിറ്റ് സമയമുള്ളൊരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇനി ആദ്യം അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളത്, കാരണം ഇതൊക്കെ ഒരു കണ്ടിന്യൂവേഷനാണ്. നമുക്ക് മാക്സിമം അത്രേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് ഇത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വേറെ മറ്റൊന്നും പറയാനില്ല. നമ്മൾ ഒരുപാട് തവണ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം വൈറ്റില മുതൽ വൈപ്പിൻ വരെയും, പിന്നെ ഫോർട്ട് ഹൈക്കോർട്ട് വൈപ്പിനൊക്കെ നമ്മൾ മുമ്പ് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിലോട്ട് പിന്നീടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓളം തള്ളലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓളം കിട്ടുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. കാരണം മറ്റ് കപ്പലുകൾ പോകുമ്പോഴും മറ്റ് ബോട്ടുകൾ പോകുമ്പോഴും നമ്മുടെ ബോട്ട് ചെറുതായിട്ട് ആടി ഒലിയുന്നൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ട് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രയാസമായിരുന്നു പിന്നീട് വീഡിയോ എടുക്കാനായിട്ട്. ചില സമയത്തൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം ഇതിങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പം നമുക്ക് ബാലൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമ്മൾ കാണുന്ന വിഷ്വൽസ് ആണ്. ഈ വിഷ്വൽസ് എന്ന് പറയുന്നത് നമ്മൾ അവിടുന്ന് പുറപ്പെട്ട കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തെ ഒരു ഇതാണ് കാണുന്നത്. ഒരു ഡീറ്റെയിൽ ആയിട്ട് കണ്ട ഓരോ ഡീറ്റെയിൽസും കണ്ടോ. എക്സിറ്റ് അത് എക്സിറ്റാണ് എന്ന് വെച്ചാൽ എമർജൻസി എക്സിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ടോ അല്ലെങ്കിൽ എറണാകുളത്തോട്ടോ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തിരിക്കണം. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ തന്നെ. കാരണം ബോട്ട് യാത്ര എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെതായ ഒരു വൈബ് ഉണ്ടല്ലോ. ഇപ്പം ട്രെയിൻ യാത്ര, ബോട്ട് യാത്ര എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനൊക്കെ ഒരു വൈബാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകതരം വൈബാണ്. ആ ഒരു വൈബ് അനുസരിച്ചിട്ടാണ് പലപ്പോഴും എല്ലാവർക്കും ഈ ഒരു ജേണി എല്ലാവരും ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനോ അവരുടെ ജീവിതത്തിൽ ഒരു ദിവസം ഹോളിഡേ അടിച്ചു പൊളിക്കാനോ ഒക്കെ പറ്റിയ സ്പോട്ട് തന്നെയാണിത്. ഒരുപാട് വിദേശികൾ ഈ പറയുന്ന ഫോർട്ട് കൊച്ചിയിലോട്ട് വരുന്നുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ വിദേശികളും നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലും പുറത്തുള്ള ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ കൂട്ടത്തിൽ മലയാളികൾ ആരാണെന്ന്, നോർത്ത് ഇന്ത്യൻസ് ആരാണ്, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഏതാണെന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എല്ലാവരും ഒരേപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളെ കാണാൻ പറ്റി. അപ്പം അത് മാത്രമല്ല, മലയാളികളാണെന്ന് നമ്മൾ വിചാരിക്കുന്നവർ ചിലപ്പോൾ യഥാർത്ഥത്തിൽ മലയാളികളാവണമെന്നില്ല. അപ്പം അത് നമ്മൾ ഒരുപാട് ഇങ്ങനെ നോക്കിയും കണ്ട് നമുക്ക് നമ്മളിങ്ങനെ അടുത്ത് ചെല്ലുമ്പോഴാണ് അവരുടെ ഭാഷ മനസ്സിലാക്കിയിട്ടുള്ള മലയാളികളാണോ അല്ലയോ. കാരണം എല്ലാവരും ഓരോ ഭാഷയാണല്ലോ ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയ മലയാളികൾ മലയാളി ഇതിലേതാണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഏതാണ്, ടൂറിസ്റ്റിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന മലയാളികളും നോർത്ത് ഇന്ത്യൻസ് നമ്മൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരുടെയും കോസ്റ്റ്യൂം ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ആളുകളെ കാണാം. പലതരം കാറ്റഗറി ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ കപ്പിൾസ് ഉണ്ടാവും, നോർമൽ ആൾക്ക് ഹസ്ബൻഡ് വൈഫ് ഉണ്ടാവും, കുട്ടികളായിട്ട് ഫാമിലി ആയിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ പല രീതിയിലൊക്കെ വരുന്ന ആൾക്കാരാണ് ഈ
എന്തായാലും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബസ് ജേണിയാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബസ് ജേണി ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റും, ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ സാധിക്കും. ബസ്സിനായാലും ഇതിൻ്റെ പകുതി റേറ്റ് വരുന്നുള്ളൂ. കുറച്ച് ചൂടും വെയിലൊക്കെ സഹിക്കണമെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ ബസ് ജേണിയാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ബോട്ട് ജേണി എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ. ഒരു ബോട്ട് ജേണി എക്സ്പീരിയൻസ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും ശരിക്കും. ബസ്സാകുമ്പോൾ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ബസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ അടിപൊളി ബസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ മെട്രോ ആണ് നല്ലത്. കാരണം പെട്ടെന്ന് എത്താനായിട്ട് വാട്ടർ മെട്രോ ആണ് നല്ലത്. അല്ലാതെ ബസ്സിനാകുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ടൈമിൻ്റെ കാര്യം വരുമ്പോൾ ബോട്ടും ബസ്സും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഫെയറിൻ്റെ കാര്യം വരുമ്പോൾ ബസ്സും അപ്പോഴും വ്യത്യാസമുണ്ട്. അപ്പോഴും ബസ്സാണ് ലാഭം. നമുക്ക് ഒരുപാട് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിൽ പോകാം. അല്ല സമയം കുറവാണെന്നുണ്ടെങ്കിൽ ബോട്ടിൽ വാട്ടർ മെട്രോയിൽ പോകുന്നതായിരിക്കും നല്ലത്. വാട്ടർ മെട്രോയിൽ പോകുമ്പോൾ ടൈമിങ് നോക്കണം. എനിക്ക് തോന്നുന്നു ഇട ദിവസങ്ങളിലെ ടൈമിങ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് നിങ്ങൾ ഈ ഒരു യാത്ര നടത്തുന്നെങ്കിൽ അത് മുൻകൂട്ടി കൺഫേം ചെയ്തിട്ട് വേണം, നിങ്ങൾ അവരോട് ചോദിച്ചിട്ട് വേണം. നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ നാട്ടിലോട്ട് വരുന്ന സൗകര്യത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ രാവിലെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഏകദേശം രാവിലെ സമയങ്ങളിൽ പോകാൻ നല്ലത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ എല്ലാ കാഴ്ചകളും കണ്ട് നമുക്ക് വൈകുന്നേരത്തെ ട്രെയിനിനോ ബസ്സിനോ തിരിച്ചു പോരാവുന്നൊരു സ്ഥലം തന്നെയാണ് ഫോർട്ട് കൊച്ചി. അപ്പം ഞാൻ അന്ന് ഫോർട്ട് കൊച്ചിയിലോട്ട് പോയി, ഇന്നലെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് ബീച്ചുകളുടെ ഡീറ്റെയിൽ വീഡിയോസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബോട്ട് ജേണി വീഡിയോസാണ് നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വാട്ടർ മെട്രോ ജേണിയാണ് നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. അതിന് ശേഷം പിന്നാലെ മറ്റു ബ്ലോഗുകളെല്ലാം വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഞാനൊരിക്കലും കുറ്റം പറഞ്ഞതല്ല. കാരണം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ബസ്സും ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ഈ പറയുന്ന വാട്ടർ മെട്രോ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ബഡ്ജറ്റ് നല്ല അത്യാവശ്യം 40 രൂപ എന്ന് പറയുമ്പോൾ അത്ര കൂടുതലൊന്നും അല്ല. എല്ലാവരെ കൊണ്ട് പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഏത് വാഹനത്തിൽ യാത്ര ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ഞാൻ എങ്ങനെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ നല്ല സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊരു സീരീസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. താങ്ക് യു വെരി മച്ച്.